സൂര്യ. യെസ് മാം, കാണാം കാണാം. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ജിറയാണ്. ജിറ ബേസിക്കലി ഒരു ടൂൾ. പണ്ടൊക്കെ ജിറ യൂസ് ചെയ്തിരുന്നത് ഒരു ഡിഫക്ട് മാനേജ്മെന്റ് ടൂളാണ്. ഡിഫക്റ്റ് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇതിൽ കൂടെ തന്നെ നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഐഡിയ ഉണ്ടോ ഡിഫക്റ്റിനെ പറ്റി? ഡിഫക്റ്റ് എന്താണെന്ന്? ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡിങ്ങില് ബഗ്ഗൊക്കെ വന്നോ? ചോദ്യം. ആ നമ്മൾ കോഡിങ് ചെയ്തിട്ട് നമുക്ക് കിട്ടാത്ത ഒരു ഔട്ട്പുട്ട് വരുമ്പോ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിഫക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. നമുക്ക് കിട്ടാത്ത ഔട്ട്പുട്ട് അല്ല, അത് ലൈക്ക് ഒരു പ്രശ്നം, ഒരു ഒരു ആക്ച്വൽ വേഴ്സസ് എക്സ്പെക്റ്റഡില് ഒരു മിസ്മാച്ച് വരുന്ന കേസിൽ ആ ഒരു ഫങ്ഷനാലിറ്റിനെ നമ്മൾ ഡിഫക്റ്റ് ആയി ലോഗ് ചെയ്യും. ഡിഫക്റ്റ്, അതെ അതെ, ഓക്കെ. അപ്പം ജിറ ബേസിക്കലി ഒരു ഡിഫക്ട് മാനേജ്മെന്റ് ടൂൾ ആയിട്ടാണ് പണ്ട് യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിലെ ഓരോ ഫീച്ചേഴ്സ് ഇംപ്രൂവ് ആയിട്ട് വന്ന് അതിൽ ടെസ്റ്റ് കേസസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓരോ ടീം അജൈൽ സ്കോപ്പ് അതിൽ കൂടുതൽ ഓരോ പേജസ് ക്രിയേറ്റ് ചെയ്ത അങ്ങനെ ഐ മീൻ അറ്റ്ലേഷ്യൻ ആണ് ജിറയുടെ കമ്പനിയുടെ പേര്. അവരാണ് ഈ ജിറ ടൂൾ കണ്ടുപിടിച്ചത്. അപ്പം അവർ ഓരോ ഫീച്ചേഴ്സ് ഈ ജിറയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വന്നപ്പം ഇതിന്റെ സ്കോപ്പേ അങ്ങ് മാറി ബേസിക്കലി. അപ്പൊ ഇപ്പം ജിറ എന്ന് പറയുന്ന ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ടൂൾ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഡിഫക്റ്റ് മാനേജ് ചെയ്യാം, ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യാം, ഒരു ടീം പ്ലാനിങ് മാനേജ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് ജിറ എന്നുള്ള ഒരു ടൂള്. ഇതിൽ എഴുതിയേക്കുന്ന പോലെ ഡിഫക്ട് ഒരു ഇറ്റ് ഈസ് ബേസിക്കലി യൂസ് ടു ട്രാക്ക് ദ പ്രോജക്ട് ഡെവലപ്മെന്റ് പ്ലാൻ, ഓർഗനൈസ്, മാനേജ്, ട്രാക്ക് ദ വർക്ക് അക്കോർഡിംഗ് ടു ദ ജിറ മെത്തഡോളജീസ്. ഞാൻ ഇത് കുറച്ച് ടെർമിനോളജീസ് ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് പോയായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാം. അപ്പൊ നമ്മളിന്ന് ജിറ ബേസിക്കലി തുടങ്ങുന്നതുകൊണ്ട് ആൻഡ് സൂര്യ ന്യൂ ആയതുകൊണ്ട് ജിറ ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നല്ലോ. അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഇത്രയും പോർഷൻ കവർ ചെയ്തായിരുന്നു. ക്രിയേറ്റിംഗ് ആൻ എപ്പിക് തുടങ്ങിയില്ലായിരുന്നു, ജസ്റ്റ് ടെർമിനോളജീസ് മാത്രം പറഞ്ഞു. അപ്പൊ അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒരു ബ്രഷപ്പ് ചെയ്തേക്കാം. ഇഷ്യൂ എന്ന് പറയുന്നത് ഇഷ്യൂ എന്തുമാവാം, പക്ഷെ ബേസിക്കലി നമ്മൾ ഈ ടേം യൂസ് ചെയ്യാറില്ല ജിറയ്ക്കകത്ത്. ഇഷ്യൂ ഒരു ബഗ് എന്ന് പറയും. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം എന്ന്. പക്ഷെ ജിറ ടെർമിനോളജിക്ക് അനുസരിച്ച് അതൊരു ടാസ്ക് ആവാം, അതൊരു ബഗ് ആവാം, അതൊരു സ്റ്റോറി ആവാം. എന്ത് കാര്യമാണെങ്കിലും ഒരു ജിറയ്ക്കകത്ത് ഏത് ഐ മീൻ ഒരു റിക്വയർമെന്റ് അനാലിസിസ് ആണെങ്കിലും അതൊരു സ്റ്റോറി ആയിട്ടാണ് വരുന്നത്. ഒരു ബഗ്, ഒരു ഡിഫക്റ്റ് റേസ് ചെയ്തു ഡെവലപ്പർ, അതിനെ പറയുന്ന ഒരു ബഗ്ഗാണ്. അപ്പൊ ഓൾ ടുഗെദർ ഒരു ജനറിക് ടെർമിനോളജി എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഇഷ്യൂ എന്ന് പറഞ്ഞ് അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ more frequently this is issue if you are telling an issue that is basically related to a bug that the team is referring to. എപ്പിക് എന്ന് പറയുന്നത് ഒരു ലാർജർ സ്റ്റോറിയാണ്. ബേസിക്കലി അതിനെ നമുക്ക് സ്മോൾ ചങ്ക്സ് ഓഫ് യൂസർ സ്റ്റോറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മേ ബി ഇപ്പം നമ്മൾ ഒരു ലാർജർ ഫങ്ഷനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കസ്റ്റമറിന്റെ ഓർഡർ ഹിസ്റ്ററി കാണണം. ഓർഡർ ഹിസ്റ്ററി കാണണമെങ്കിൽ ബേസിക്കലി എനിക്ക് ഓർഡേഴ്സിന്റെ എല്ലാ ഓർഡേഴ്സ് ഒരു കസ്റ്റമർ പ്ലേസ് ചെയ്ത ലാസ്റ്റ് മേ ബി നമ്മൾ 1 month ആയിരിക്കും ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് 1 monthന്റെ ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യുന്ന ഒരു പേജാണ്. അപ്പം ബേസിക്കലി ഒരു സെറ്റ് ഓഫ് ഫിൽട്ടർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് വേറൊരു സ്ക്രീനിൽ നിന്നാണ് ബാക്ക് എൻഡിലെ ഒരു ഡേറ്റാബേസ് ശരിക്കും ഈ ഒരു ഫങ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ബാക്ക് എൻഡ് ഡേറ്റാബേസുമായിട്ട് കണക്ഷൻ വേണം. പിന്നെ അയ്യോ ഒരു മിനിറ്റ്, സോറി, കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാർ വന്നു, ഞാൻ അവരെ ഒന്ന് ഗെറ്റ് ഔട്ട് അടിച്ചേച്ച് കണ്ടിന്യൂ ഒരു ഓക്കെ. സൂര്യയുടെ ക്ലാസ് തീരാറായോ? എനിക്ക് ഇനി ടാബിലും കൂടി ഉണ്ട്. ആണോ? ബാക്കി മറ്റേ നമ്മുടെ പവർ ബിയും അതെല്ലാം കഴിഞ്ഞു അല്ലേ? അതൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. എനിക്കിപ്പോ എന്താ പറയാ, എക്സല്, CSV ഫയൽ, അതേപോലെ അങ്ങനത്തെ ഒക്കെ പവർ ബിയിൽ ലോഡ് ചെയ്യാൻ അറിയാം. ഡാക്സും പറ്റുന്നുണ്ട്. പ്രാക്ടീസ് വേണം. പിന്നെ മറ്റേ ഡാറ്റ മോഡലിംഗ്
ഡാറ്റ മോഡലിങ്ങും പറ്റുന്നുണ്ട്, പക്ഷെ എനിക്കിപ്പോ ഈ സീക്വൽ ഇല്ലേ, സീക്വലിൽ നിന്നിട്ട് ആ ഡാറ്റ എടുത്ത് ആ പവർ ബി ഐയില് ഇമ്പോർട്ട് ചെയ്ത് ഞാൻ ആ അത് ഞാൻ ആക്ച്വലി ഒരു വട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോ ഈ അത് നമ്മുടെ എനിക്ക് സീക്വലിന്റെ ക്ലാസ് എത്ര ദിവസം ഉണ്ട്? ഒരു മാസം ഉണ്ടോ? സീക്വലിന്റെ ക്ലാസ് 1 മാസം ഉണ്ടായിരുന്നു. അതല്ലേ. ഉം. അപ്പൊ അതെങ്ങനെ ഉണ്ട്? അത് ടഫ് അത് ആണോ അതോ അത് കോഡിംഗ് ഉണ്ടോ അതിന്റെ അകത്ത്? കോഡിംഗ് തന്നെ ആണല്ലോ, അത് ഡാറ്റാബേസിനെ കുറിച്ചാണല്ലോ. അപ്പൊ അത് ഉം. കോഡിംഗ് തന്നെ ആയിരുന്നു. അത് ഒരു ക്ലാസ്സും മിസ് ചെയ്യാതെ എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യണം, എന്നാലേ നമുക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ പോയി. അത് എനിക്കാണെങ്കിൽ ഒരു ദിവസത്തെ ഒരു ക്ലാസ് മിസ്സായി, അത് പിന്നെ എത്ര എടുത്ത് നോക്കിയിട്ട് എനിക്ക് അല്ല, മനസ്സിലാവണില്ല. നിങ്ങള് മറ്റേ ഗ്രൂപ്പായിട്ടാണോ അതോ 1-to-1 ആയിട്ടാണോ ചെയ്യുന്നത്? അപ്പൊ ഞാൻ ഗ്രൂപ്പായിട്ടായിരുന്നു ആക്ച്വലി, പക്ഷെ എന്റെ ഗ്രൂപ്പിലെ ആൾക്കാർ അങ്ങോട്ട് എന്നും വരില്ലായിരുന്നു, ഞാൻ മാത്രം എല്ലാ ദിവസവും എന്റെ ഉണ്ടായിരുന്നു. 1-to-1 ക്ലാസ്സാ. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. ഓ, ഓക്കെ ഗ്രൂപ്പ് ഓക്കെ ഓക്കെ. അപ്പൊ എനിക്കിപ്പോ 1-to-1 ആയതുകൊണ്ട് നമ്മൾക്ക് ഡയറക്റ്റ് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. നമ്മള് ക്ലാസ് മാത്രമല്ല, ഇപ്പൊ സീക്വൽ ആണെങ്കിലും ഉം. ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് കാര്യം, നമ്മൾ അതിന്റെ ബാക്കിലും വർക്ക് ചെയ്യണം. ഇപ്പൊ മാം തരുന്ന എക്സസൈസസ് ഒക്കെ ചെയ്യണം. ആ എക്സസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത്. ഉം. അല്ലാതെ ക്ലാസ് മാത്രം പഠിച്ചു വിട്ട് കാര്യമില്ല. മാം വന്നോ? ഞാനുണ്ട്. ഓക്കെ. പറഞ്ഞു. ഈ SQL ബേസിക്കലി കോഡിംഗ് അല്ല, അത് ക്വയറി റൈറ്റിംഗ് ആണ്. ക്വയറി റൈറ്റിംഗ് ആണ്. അത് ക്വയറീസ് എവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയണം, അത് പ്രാക്ടീസിലൂടെ വരുള്ളൂ. ആ അതൊരു ബേസിക് ക്വയറി ഫോർമാറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് വേർ എപ്പോൾ യൂസ് ചെയ്യണം, ഹാവിങ് എപ്പോൾ യൂസ് ചെയ്യണം, പിന്നെ ഓരോ ക്ലോസസ് ഉണ്ട്, പിന്നെ ജോയിൻസ് ഉണ്ട്. അത് എപ്പം എവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഇച്ചിരി കുഴപ്പമില്ല. ഐ മീൻ പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ എപ്പിക് പറഞ്ഞുകൊണ്ടിരുന്നത്, എപ്പിക് ഒരു ലാർജർ യൂസർ സ്റ്റോറിയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഓർഡർ കൺഫർമേഷൻ പേജ് എന്ന് പറയുമ്പം എനിക്ക് ആ ഒരു ഓർഡർ കൺഫർമേഷന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആ പേജിൽ ഒരു ബാക്കെൻഡുമായിട്ട് ഒരു കണക്ട് വേണം. കാരണം ഈ ഓർഡേഴ്സ് എന്ന് ക്രിയേറ്റ് ചെയ്തു, ഈ ഓർഡറിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അത്ര ഡീറ്റെയിൽസ് ഈ സ്ക്രീനിൽ വരണമെങ്കിൽ അതിന്റെ ഒരു UI വേണം. ബേസിക്കലി UI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ നമ്പറിന്റെ ഒരു നമ്പർ ഇവിടെ വരും. അതിന്റെ റൈറ്റ് സൈഡിൽ അതിന്റെ ഓർഡർ ഡിസ്ക്രിപ്ഷൻ വരും. അതിന്റെ താഴെ വെൻ ഡിഡ് വി പർച്ചേസ് ദിസ് ഐറ്റം, എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു ബ്രേക്ക് ഡൗൺ ആണ് ആ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ അതിനൊരു ടെംപ്ലേറ്റ്, ഒരു UI ചെയ്യണം, ഒരു UI ആ സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ സ്ക്രീനിൽ വരുന്ന ഡേറ്റ ബാക്കെൻഡുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പം അത് വേറൊരു യൂസർ സ്റ്റോറി. അപ്പം ഈ ഒരു ലാർജർ സ്റ്റോറിനെ നമ്മൾ സ്മോളർ ചങ്ക് ഓഫ് സ്റ്റോറീസിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എപ്പിക്. ബേസിക്കലി ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു ഒറ്റ സാധനത്തിനെ നമ്മൾ സ്മോളർ പീസസ് ആക്കിയിട്ട് ഈസി ട്രാക്കിങ്ങിനും ഈസി മെയിൻ്റെനൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എപ്പിക്കിനെ സ്മോളർ സ്റ്റോറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ എപ്പിക് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലാർജർ യൂസർ സ്റ്റോറി ആണെന്ന് നമുക്ക് 1-liner ആയിട്ട് പറയാം. അതിൻ്റെ അകത്ത് ശരിക്കും ഒരു വലിയ ഡിസ്ക്രിപ്ഷൻ കാണത്തില്ല എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന്. പക്ഷെ ഒരു 1-liner കാണും, വൈ വി നീഡ് ദിസ് എപ്പിക് എന്നുള്ളൊരു ഡീറ്റെയിൽ അതിൻ്റെ അകത്ത് കാണും. പിന്നെ അതിന്റെ ഈ സ്റ്റോറീസിൻ്റെ അകത്ത് ആയിരിക്കും കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസും, അതെന്തിനാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ സ്റ്റോറിക്കകത്ത്. പിന്നെ ടാസ്കിൻ്റെ അകത്ത് ടാസ്ക് ഈ നമ്മുടെ എന്ത് ടൈപ്പ് ഓഫ് ടാസ്കും ആവാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ സ്റ്റോറിക്കകത്ത് വരുന്നത് ഓരോ ചെറിയ ടാസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഒരു സ്റ്റോറിക്കകത്ത് തന്നെ ഇപ്പം 1 or 2 ടാസ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരൊറ്റ ടാസ്കിന്റെ അകത്ത് നമുക്ക് സബ് ടാസ്ക് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറിനെ ഫർദർ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ ടാസ്കും സബ് ടാസ്കും. പിന്നെ ബഗ് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് റീഡ് ചെയ്യുന്ന സാധനമാണ് ബഗ്. ഈ ടെർമിനോളജീസ് യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ജിറ ബോർഡിൽ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, നമുക്ക് ജിറ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്യും. ജിറ നമുക്ക് ബ്രൗസറിന്റെ അകത്ത് തന്നെ യൂസ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്ത് ജിറ കൊടുത്തോ, അറ്റ്ലേഷ്യൻ ജിറ. നിങ്ങൾ ജിറ മാത്രം കൊടുത്താലും മതി. ജിറ JIRA എൻ്റർ കൊടുത്തോ.
ആദ്യത്തെ അതിനകത്തൊരു ഡമ്മി അക്കൗണ്ട് വേണം നമുക്ക് ലോഗിൻ ചെയ്തിട്ട്. നമുക്ക് കോൺഫ്ലുവൻസ് പേജ് ക്രിയേറ്റ് ചെയ്ത ആ അക്കൗണ്ട് ഉണ്ടോ ഇടയിൽ? ഉണ്ട്. ആ സെയിം അക്കൗണ്ട് വെച്ച് തന്നെ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൺഫ്ലുവൻസും ഇതിൻ്റെ അകത്ത് ഇന്റഗ്രേഷൻ നോക്കാം. ഓക്കെ. നമ്മുടെ താഴെ നെക്സ്റ്റ് ബട്ടൺ വരെ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. വാട്ട് കൈൻഡ് ഓഫ് വർക്ക് യു വോണ്ട് ടു ഡു? നമ്മൾ ഡെവലപ്പേഴ്സ് ആണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെലക്ട് ചെയ്യും ലെഫ്റ്റ് സൈഡ്. പ്രൊജക്ട് മാനേജ്മെന്റ് ആസ് എ മാനേജർ യു വിൽ സെലക്ട്, ഓർ സ്ക്രം മാസ്റ്റർ യു വിൽ സെലക്ട് ദ പ്രോജക്ട് മാനേജ്മെന്റ്. പിന്നെ പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് ടീം, ഐ മീൻ ഈ ഓപ്പറേഷൻസ് ടീം അവർ സെലക്ട് ചെയ്യും. പിന്നെ ഡിസൈൻ നമ്മുടെ ഡെവലപ്പേഴ്സ് തന്നെയാണ്, അത് UI ഡിസൈൻ അങ്ങനെയൊക്കെ ട്രാക്കിങ് ചെയ്യാൻ വേറൊരു ഫോർമാറ്റിലായിരിക്കും, പക്ഷെ നമ്മൾ അധികം അത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഓപ്പറേഷൻസ് ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ടല്ലേ. ഓപ്പറേഷൻസ് ബേസിക്കലി ഈ ഒരു പ്രൊഡക്റ്റ് ഔട്ട് ഫോർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീം ആയിരിക്കും ഓപ്പറേഷൻസ് ടീം. പിന്നെ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഒരു കമ്പനി തന്നെ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ജിറയിൽ ഓരോ സ്റ്റോറീസും സബ് സ്റ്റോറീസുമായിട്ട് അവരുടെ കമ്പനിയുടെ ഫുൾ ഐ മീൻ ഒരു പ്രൊഡക്റ്റിന്റെ ട്രാക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്. പിന്നെ കസ്റ്റമർ സർവീസ്, പിന്നെ അതേഴ്സ്. ബേസിക്കലി നമ്മൾ IT-യിൽ യൂസ് ചെയ്യുന്നത് പ്രോജക്റ്റ് മാനേജ്മെന്റ് ആണ്. മേളിലത്തെ നെക്സ്റ്റ് നെയിം യുവർ ഫസ്റ്റ് പ്രോജക്റ്റ്. സോ ഇതിൻ്റെ അകത്ത് ജിറ ബേസിക്സ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട്. സെലക്ട് ദ വർക്ക് ടൈപ്പ് ഫോർ യുവർ ടീം. ഫീച്ചർ ടാസ്ക് ഇതെല്ലാം സെലക്ട് ചെയ്തോ. സ്റ്റോറി ബഗ് അതെല്ലാം വേണം. നെക്സ്റ്റ് ഏതൊക്കെ നമുക്ക് സ്റ്റേറ്റസസ് വേണം എന്നാണ് ചോദിക്കുന്നത്. ഐഡിയ വേണ്ട. ടു ഡു ഇൻ പ്രോഗ്രസ്, റിവ്യൂ ഡൺ. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ടഡ്. നമ്മള് ജിറയില് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഇത് ബേസിക്കലി നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഫ്രീ പ്ലാൻ ആണ്. 10 യൂസേഴ്സിന് ഒരു അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തോ. ഇത് റൈറ്റ് സൈഡിലേക്ക് സ്റ്റാർട്ട് ഒന്ന് ക്ലോസ് ചെയ്യാം. ഡിസ്മിസ് താഴെ. ഓക്കെ, ഫുൾ ഓക്കെ. അപ്പം ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ജിറയുടെ ബോർഡ്. പിന്നെ മേളില് അത് ടൂൾ ബാർ ആണ്. അതിൻ്റെ അകത്ത് സമ്മറി, നമ്മുടെ പ്രൊജക്ടിന്റെ നെയിം. റൈറ്റ് സൈഡില് 3 ഡോട്ട്സ് കണ്ടോ, അതിലൊന്ന് ടാപ്പ് ചെയ്യാം. മേളില് ജിറ ബേസിക്സ് പ്രോജക്റ്റിന്റെ റൈറ്റ് സൈഡിൽ ജിറ ബേസ്, താഴെ പ്രോജക്ട്സ് റൈറ്റ്സ്. അവിടെ ഇമേജ് ജിറ ബേസിക്സിന്റെ ഇമേജ് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻവൈറ്റ് പീപ്പിൾ ഉണ്ട്, ആരെയൊക്കെ ആഡ് ചെയ്യണം. പിന്നെ സേവ് ആസ് പ്രോജക്റ്റ് ടെംപ്ലേറ്റ്, അതിൽ നിന്ന് ടാപ്പ് ചെയ്തേ എന്റർപ്രൈസ്. വേറെ നമുക്ക് ഒരു ജിറയ്ക്കകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കും അജൈൽ, ഐ മീൻ സ്ക്രം വേണോ ക്യാൻവാൻ വേണോ. ഇത് ഡിസ്കസ് ചെയ്തേരെ.
എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വന്നില്ല. ഓക്കെ, നോക്കാം. ഇവിടെ സമ്മറി, ഇതിൻ്റെ അകത്ത് നമുക്ക് ബോർഡ്, ടൈം ലൈൻ, കാലണ്ടർ, ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് പോവാം. ലെഫ്റ്റ് സൈഡിലെ സെക്ഷനിൽ ഫോർ യു റീസെന്റ് എന്ത് നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്തോ അത് അവിടെ വരും. പിന്നെ സ്റ്റാർട്ട്, നമുക്ക് നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. Three minutes ago. ബോർഡിന്റെ പേരാണ് ക്യാൻബൻ. ഇത് ക്യാൻബാൻ ബോർഡിന്റെ ആണെന്ന് തോന്നുന്നു ഡീഫോൾട്ട് ആയിട്ട് സെലക്ട് ആയത്. എനിക്കൊന്ന് നമ്മൾ മറ്റേ ടു ഡു ഇൻ പ്രോഗ്രസ് കണ്ടില്ലേ, ചിലപ്പോ അത് ക്യാൻബാന്റെ ആയിരിക്കും. ക്യാൻബാൻ ബോർഡ് ജീറോ. അല്ലെങ്കിൽ സ്ക്രം നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ബാക്ക്ലോഗ് എന്ന് പറഞ്ഞൊരു എണ്ണം തരും. ഓക്കെ, ഞാൻ അതെന്നാ നാളെ നമുക്ക് എടുക്കാം. ഇന്ന് നമുക്ക് ഓക്കെ അത് പ്ലസ് ചെയ്ത് ആഡ് ചെയ്തോ ഇവിടേക്ക്. അത് സ്ക്രം എടുക്കുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ഒരു നാവിഗേഷൻ ജസ്റ്റ് ബാക്ക്ലോഗ് ടാബ് ആഡ് ടു ദ ആപ്ലിക്കേഷൻ. വേറെ അതുപോലെ പ്ലസ് ചെയ്ത് പ്ലസിൽ ടാപ്പ് ചെയ്ത് റിലീസസ്, ഡിപ്ലോയ്മെന്റ്സ്. ഈ കോഡും ഇട്ടോ ലെഫ്റ്റ് സൈഡില്, കോഡും ഇട്ടോ. കോഡ് അത് മതി. റിലീസസ് നമുക്ക് ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് മതി. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് മേളിൽ ഒരു ക്രിയേറ്റ് ബട്ടൺ കണ്ടോ? ക്രിയേറ്റ് ബട്ടൺ പ്ലസ്. അപ്പൊ ആദ്യം നമ്മളൊരു ജിറ ബോർഡിന്റെ അകത്ത് ഒരു ഫീച്ചർ ആയിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എപ്പിക് ആയിരിക്കും. പ്രൊജക്ട് നെയിം അത് തന്നെ ഇരിക്കട്ടെ, എപ്പിക്. എപ്പിക് സ്റ്റേറ്റസ് ടു ഡു തന്നെ ഇരിക്കട്ടെ. സമ്മറി ക്രിയേറ്റ് എ ഫേവറേറ്റ്സ് ടാബ്. ഞാൻ ചെയ്തതിന്റെ create a favorites tab in Amazon. C capital കൊടുത്തു. ഫേവറേറ്റ്സ് മാറ്റി അല്ലെങ്കിൽ വിഷ് ലിസ്റ്റ് കൊടുത്തു. ക്രിയേറ്റ് എ വിഷ് ലിസ്റ്റ്. വിഷ് ലിസ്റ്റ് ഫീച്ചർ ഇൻ ആമസോൺ. ടാബ് മാറ്റിയത്, ടാബ് റിമൂവ് ചെയ്തത്. ഓക്കെ, ആമസോൺ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ നമുക്ക് വൺ ലൈനർ കൊടുക്കാം. Create a wish list screen so that customers can add their favorite items നമ്മള് ഈ ജിറയിലേക്കകത്തൊക്കെ ഒഫീഷ്യലി വർക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് കട്ട് ഒരിക്കലും യൂസ് ചെയ്യല്ലേ. അത് എന്റർടൈൻഡ് അല്ല ടീമില്, എന്റർടൈൻഡ് അല്ല, ജസ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുക. ഇതുപോലെ ഞാൻ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ പ്രൊജക്ട് മാനേജേഴ്സ് പറയും നമ്മുടെ ടെർമിനോളജി അല്ലായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത്. കാരണം കുറെ ഷോർട്ട് കട്ട്സ് ഉണ്ട്, അതിന് പല മീനിങ്സ് ഉണ്ട്. അപ്പം better to use the full instead of using abbreviations. അസൈനി ഒരാളെ അസൈൻ ചെയ്യാം. ഇപ്പം നമുക്ക് വേറെ ആരും ഇല്ല. ജസ്റ്റ് എന്റെ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കാവോ, ലവ്ലി _ തോമസ്.
ആദ്യം ഇൻവൈറ്റ് കൊടുക്കണം. ഇൻവൈറ്റ് ടീംമേറ്റ് ടു ജിറ പ്ലസ് മെയിൽ ഐ ഡി വേണം. എൽ തോമസ് കൊടുത്തു. എൽ തോമസ് അല്ല, ജസ്റ്റ് നെയിംസ് ഓർ ഇമെയിൽ. നെയിം ലവ്ലി കൊടുത്ത് ലവ്ലി സ്പേസ് തോമസ്. വരുന്നില്ല അല്ലേ? അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി തന്നെ കൊടുത്തോ. എൽ തോമസ് KT07 K for kite, T for tiger ഓക്കെ 07@gmail.com. Okay, add one person. Okay, labels. അല്ല ഇവിടെ ഇപ്പൊ മാം ആഡ് ആയോ? അതെനിക്ക് ഇൻവൈറ്റ് വന്നിട്ടുണ്ട്. ഇനി ആ ഓ, ഇൻവൈറ്റ് okay. ഞാൻ ഇവിടെ എന്റെ മെയിൽ ഐ ഡിയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ആക്സെപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ടീംമേറ്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. മീൻവൈൽ എനിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത ടാബാണ് ലേബിൾസ്. ലേബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ലേബിൾ ബേസിക്കലി ഓരോ സ്പ്രിന്റിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലേബിൾ ഉണ്ടാവാം. ഒരു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പല ടൈപ്പ് ഓഫ് പല രീതിയിൽ ഒരു ലേബിൾ ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സ്പ്രിന്റ് 1 SPT1 കൊടുത്തു. എൻ്റർ ടൈപ്പ് ചെയ്തു. അവിടെ SPT S ക്യാപിറ്റൽ SPT ക്യാപിറ്റൽ അല്ല, സ്പേസ് വേണ്ട. ഇതിൽ ലേബിൾസിൽ സ്പേസ് വരത്തില്ല. അണ്ടർസ്കോർ വിഷ് ലിസ്റ്റ് എന്ന് കൊടുത്തോ. W ക്യാപിറ്റൽ. ഓക്കെ. താഴത്തെ തൊട്ടോ താഴെ ഒരു പോപ്പപ്പ് പോലെ വന്നില്ലേ? ന്യൂ ലേബിൾ. അതന്നെ. അതെ, നമുക്ക് നമ്മുടേതായിട്ടുള്ള പുതിയ ലേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എപ്പിക്കിനെ ഒരു ലേബിളിനായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പം ഈ സ്പ്രിന്റിന്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാ എപ്പിക്സിനെയും എനിക്ക് SPT1 എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ താഴെ ഓപ്ഷൻസ് ആയിട്ട് വരും. അപ്പൊ ഇനി അടുത്ത ഒരെണ്ണം കൊടുത്തോ. SPT1 _ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റണല്ലോ. സേവ് കൊടുത്തോ. താഴെ സേവ് ബട്ടൺ. അടുത്ത അവിടെ തന്നെ കൊടുക്കുക. SPT1 _ പ്രൊമോഷൻസ് P ക്യാപിറ്റൽ. താഴെ ന്യൂ ലേബിൾ. സേവ്. ഓക്കെ. ബേസിക്കലി ഒരു ലേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു എപ്പിക്ക് ക്രിയേറ്റ് ചെയ്തു. ആ എപ്പിക്കിന് ഒരു ലേബിൾ കൊടുത്തു. അതുപോലെ വേറൊരു എപ്പിക്കും ക്രിയേറ്റ് ചെയ്തു. അതിന് വേറെ ഒരു ലേബിൾ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പം സെർച്ച് ബൈ ലേബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലേബിളിന്റെ അകത്ത് കിടക്കുന്ന എല്ലാ സ്റ്റോറീസും എപ്പിക്സും അത് ലിസ്റ്റ് ഔട്ടായി താഴെ വരും. മനസ്സിലായോ? അപ്പം ശരിക്കും നമ്മുടെ SPT1 വിഷ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പിക്കിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ SPT പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷ് ലിസ്റ്റിന്റെ തന്നെ ഒരു സബ് കാറ്റഗറി ആയിട്ടേ വരത്തുള്ളൂ. ഇത് വേറെ ഒരു എപ്പിക് ആയിട്ട് വരത്തില്ല. അപ്പം ഇത് ശരിക്കും ഒരു പ്രോപ്പർ നെയിം അല്ല. ഇതിന്റെ ക്ലോസ് ചെയ്തോ. ഇത് ക്യാൻസൽ ചെയ്തോ. റൈറ്റ് സൈഡ് SPT1 പ്രൊമോഷന്റെ അവിടെ ക്ലോസ് ചെയ്തോ. മൊത്തം ക്ലോസ് ചെയ്യില്ല. അത് മൊത്തം ക്ലോസ് ചെയ്താണ് നമ്മൾ എൻറ്റർ ചെയ്തെല്ലാം പോകും. ഇനി ഇതിന്റെ തന്നെ വിഷ് ലിസ്റ്റ് DB എന്ന് പറഞ്ഞു കൊടുത്തു. SPT1 അല്ലെങ്കിൽ വേണ്ട, വിഷ് ലിസ്റ്റ് DB _ എന്ന് കൊടുത്തോ. വിഷ് ലിസ്റ്റ് ഒരുമിച്ച് WISH LIST _DB B ക്യാപിറ്റൽ. അങ്ങനെ ഒരെണ്ണം കൊടുത്തോ. നമുക്ക് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം വിഷ് ലിസ്റ്റ് DB എന്ന് പറഞ്ഞ്. പിന്നെ UI വിഷ് ലിസ്റ്റ് _UI. അതൊരെണ്ണം കൊടുത്തോ. അപ്പം 2 സ്റ്റോറീസ് സെയിം. അപ്പം ബേസിക്കലി ഒരു ലേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഐഡന്റിഫയർ കൈൻഡ് ഓഫ് ആണ്. ആ ലേബിൾ വെച്ചിട്ടായിരിക്കും ഈ എപ്പിക്കിന്റെ അകത്ത് കിടക്കുന്ന എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റോറീസിനും സബ് ടാസ്കിനും ബഗ്സിനും ബേസിക്കലി ബഗ്സിനാണ് കൂടുതൽ ഈ ലേബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറിക്ക് ഒരു ജെറ ബോർഡിന്റെ അകത്ത് തന്നെ n നമ്പർ ഓഫ് സ്റ്റോറീസ് കാണും. അപ്പം ഒരു ഡിഫക്റ്റ് നമ്മൾ ലോഗ് ചെയ്തു, അത് ഏത് സ്റ്റോറിയുമായിട്ടാണ് ലിങ്ക്ഡ് ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ആ സ്റ്റോറി നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ ലേബൽ തന്നെയായിരിക്കും ആ ബഗിനും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് സ്റ്റോറിയുമായിട്ട് ലിങ്ക്ഡ് ആണ് ഈ ബഗ് എന്ന് പറഞ്ഞ്. അങ്ങനെ താഴോട്ട് വന്നു. സെലക്ട് പേരന്റ്, ഇതിന് പേരന്റ് ഇല്ല, കാരണം ഇത് തന്നെ ഒരു എപ്പിക് ആണ്. എപ്പിക്കിന് മേളിൽ വേറൊരു പേരന്റ് ഇല്ല. ടീം, ചൂസ് ടീം, അവിടെ നമുക്ക് വേറെ ടീം ഇല്ല, അതൊന്നും വേണ്ട, താഴോട്ട് പോക്കോ. ക്രിയേറ്റ് ടീം അല്ല, ഇവിടെ അറ്റാച്ച്മെന്റ് വരും. ഡ്യൂ ഡേറ്റ് എന്തെങ്കിലും കൊടുത്തോ, ഏതെങ്കിലും ഫ്യൂച്ചർ ഡേറ്റ് കൊടുത്തോ, ഒരു 2 months ഗ്യാപ്പ് കൊടുത്തോ, അല്ലെങ്കിൽ ഒരു 1 month കൊടുത്തോ. നെക്സ്റ്റ് 15th October 15th. സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ ഇന്ന് എപ്പിക് ക്രിയേറ്റ് ചെയ്തു, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ഇന്നത്തെ ഡേറ്റ് കൊടുത്തോ. ഓക്കെ. അറ്റാച്ച്മെന്റ്സ്, താഴെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം, പക്ഷെ ഇപ്പം അത് വിട്ടേരെ. ലിങ്ക്ഡ് വർക്ക് ഐറ്റംസ്, ബ്ലോക്സ് ഒന്നുമില്ല, താഴോട്ട്. ലിങ്ക്ഡ് വർക്ക് ഐറ്റംസ്, ഇതിനകത്ത് നമുക്ക് ശരിക്കും നമ്മുടെ കോൺഫ്ലുവൻസിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും പേജസ് ലിങ്ക് ചെയ്യാൻ പറ്റും. താഴെ ഡ്രോപ്പ് ഡൗൺ ടാപ്പ് ചെയ്തേ, ബ്ലോക്സിലെ ബ്ലോക്സ് ഡ്രോപ്പ് ഡൗൺ. ഇസ് ബ്ലോക്ക്ഡ് ബൈ ക്ലോൺഡ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. റിലേറ്റ്സ് ടു താഴെ, ഏറ്റവും താഴത്തെ റിലേറ്റ്സ് ടു. എന്നിട്ട് ഇവിടെ താഴെ ഡ്രോപ്പ് ഡൗൺ അത് വരില്ല. കോൺഫ്ലുവൻസ് പേജിലെ മെറ്റീരിയൽ നമ്മൾ ഇവിടെ നിന്ന് ആഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് കൊടുത്താൽ വർക്ക് ആവും. നമ്മൾ എന്തെങ്കിലും കോൺഫ്ലുവൻസ് പേജിന്റെ ലിങ്ക് വല്ലതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും കോൺഫ്ലുവൻസ് ഇല്ല പേജസ് മാം, ക്രിയേറ്റ് അതിലൊന്നും ഇല്ല. ഇല്ല അല്ലേ? ഇല്ല. അപ്പം ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഇവിടെ നമ്മൾ കോൺഫ്ലുവൻസ് പേജ് എന്തെങ്കിലും ഡോക്യുമെന്റ് റെഫർ ചെയ്യേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ URL ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇല്ലെങ്കിൽ അത് ഡിസ്മിസ് ചെയ്ത് തരും, പക്ഷെ അത് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ വിട്ടേര്. താഴോട്ട് ഇഷ്യൂ കളർ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. വേണ്ട. ക്രിയേറ്റ്. അത് സമ്മറിയിൽ പോയി ലെഫ്റ്റ് സൈഡ് സമ്മറി, ജിറ ബേസിക്സിന്റെ താഴെ സമ്മറി. 1 ക്രിയേറ്റഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എപ്പിക്. ലെഫ്റ്റ് സൈഡില് ഈ ഒരു മിന്നൽ പോലത്തെ ഒരു ഐക്കൺ കണ്ടോ? അതാണ് Epic. ഐറ്റം, ഐ മീൻ സിമ്പിൾ. സിമ്പിൾ. അതെ. അപ്പം ആ എപ്പിക്കിനെ ടാപ്പ് ചെയ്തിട്ട് റൈറ്റ് സൈഡ്, അല്ലെങ്കിൽ അതിൽ ടാപ്പ് ചെയ്തു can_1 കീൻ ആക്കിയെടുത്തു. ഇവിടെ തന്നെ നമുക്ക് പ്ലസ് താഴെയുണ്ട്, ക്രിയേറ്റ് വിഷ് ലിസ്റ്റ്. പ്ലസ്, അതെ. ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചൈൽഡ് വർക്ക് ഐറ്റം, ആദ്യത്തെ ഡ്രോപ്പ് ഡൗൺ. ടീച്ചർ ആണോ, എന്താണ്, സ്റ്റോറി ആണോ എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് സ്റ്റോറി എന്ന് കൊടുത്തോ, എന്നിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. നമ്മൾ കൊടുത്തത് ക്രിയേറ്റ് വിഷ് ലിസ്റ്റ് DB ഫോർ ക്രിയേറ്റ് വിഷ് ലിസ്റ്റ് DB, അല്ലെങ്കിൽ ക്രിയേറ്റ് ഡേറ്റാബേസ് ഫോർ വിഷ് ലിസ്റ്റ്. ക്രിയേറ്റ് ഡേറ്റാബേസ് ഫോർ വിഷ് ലിസ്റ്റ്. എന്റർ. എന്റർ ജസ്റ്റ് നമ്മുടെ കീപാഡിലെ എന്റർ കൊടുത്തേര്. ഓക്കെ. മേളിലോട്ട് ഇനി ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്തോ. പ്ലസ് ചൈൽഡ് വർക്ക് ഐറ്റത്തിന്റെ റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടൺ ഉണ്ട്. അതെ, അവിടെ ക്രിയേറ്റ് UI ഫോർ വിഷ് ലിസ്റ്റ്.
അണ്ടർസ്കോർ വേണ്ട, സി ക്യാപിറ്റൽ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു സാധനം വന്നിരുന്നല്ലോ. യു ഹവ് ക്രിയേറ്റഡ് ക്യാൻ 3 വർക്ക് ഐറ്റം താഴെ വന്നു. വ്യൂ താഴത്തെ ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റോറിയിലേക്ക് പോകും. ഇനി ബോർഡിന്റെ അകത്ത് ഇവിടെ കുറച്ച് ലേബിൾസ് ആഡ് ചെയ്യാവോ? അസൈനി അസൈനി ഇപ്പം സൂര്യയുടെ പേരിൽ തന്നെ അസൈൻ ചെയ്തു. ലേബിൾ ഇപ്പൊ ആർക്കാണോ അസൈൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഡീറ്റെയിൽസ് ഇട്ടിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമുക്കിവിടെ ലേബിൾസ് വേണം. ലേബിൾസ് നമ്മൾ എപ്പിക്കിന്റെ അകത്ത് യൂസ് ചെയ്ത് ആ ഡ്രോപ്പ് ഡൗൺ അത് താഴെ വരും. അപ്പൊ ഇതിന്റെ അകത്ത് യുടെ ആണ്. അപ്പൊ വിഷ് ലിസ്റ്റ് UI താഴെ വിഷ് ലിസ്റ്റ് UI. പിന്നെ ഡെഡിക്കേറ്റഡ്ലി നമുക്ക് ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ വേറെ എന്തെങ്കിലും ലേബൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഡെവലപ്പേഴ്സിന് തോന്നുവാണെങ്കിൽ ആ ഒരു ലേബിൾസ് അവരവിടെ യൂസ് ചെയ്യും. അതും കൂടെ അത് അവരിവിടെ ആഡ് ചെയ്യും. ഓക്കെ. പിന്നെ അപ്പൊ ഇവിടെ ഇതാണ് ഒരു സ്റ്റോറി. സ്റ്റോറിയുടെ ഐക്കൺ കണ്ടോ? ഗ്രീൻ. ആ ഒരു കളർ നമ്മൾ ഏത് വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുന്നത്, പക്ഷെ സിമ്പിൾ ഇതായിരിക്കും. ഇതിന്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ വേണം. ഒരു മിനിറ്റ്. അപ്പൊ ഇതിന്റെ അകത്ത് ക്രിയേറ്റ് അപ്പൊ ഇതിനകത്ത് ബേസിക്കലി ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആയിരിക്കും യൂസ് നമ്മുടെ ഡെവലപ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. ക്രിയേറ്റ് സ്ക്രീൻ ഫോർ ദി കസ്റ്റമേഴ്സ് in order to implement the UI of wishlist screen. Create the UI. Create the UI of wishlist screen കൊടുത്താൽ മതി. Create the customer UI for wishlist screen. Create a customer UI for wishlist screen. ഓക്കെ. ഇതിനകത്ത് നമുക്ക് എന്തേലും എന്താ നമ്മൾ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ കോൺഫ്ലുവൻസിന്റെ സ്റ്റോറീസ് ക്രിയേറ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ലിങ്ക് ചെയ്ത് അതിന്റെ ലിങ്ക് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഏതേലും കോൺഫ്ലുവൻസിന്റെ അകത്ത് ഇല്ലല്ലേ? ഞാൻ എൻ്റെ URL വല്ലതും അയച്ചു തരാം ഒരു മിനിറ്റ്. എന്റെ മെറ്റീരിയൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നമ്മളിപ്പോ ടീം മെമ്പേഴ്സ് ആയിട്ടില്ല. അത് ഞാൻ ഇതിന്റെ അകത്ത് ആക്സെപ്റ്റ് ചെയ്തു. ഒരു മിനിറ്റ്, ഞാൻ എന്നാല് ലോഗിനും കൂടി. മാമിന്റെ അതിലുണ്ടെങ്കിൽ മാമിന്റെ സ്ക്രീനിൽ നിന്ന് കാണിച്ചാലും മതി. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അല്ല, ഇത് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒരു യൂസർ ആയിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്, ലോഗിൻ ഒരു മിനിറ്റ് ചെയ്യുവാണേ.
ഇൻവൈറ്റ് ആക്സെപ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ലോഗിൻ കൂടെ ചെയ്ത് കഴിയുമ്പം നമ്മൾ ടീം മെമ്പേഴ്സ് ആവും. URL ഇട്ടിട്ടുണ്ട്, എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാമോ? ചാറ്റില്, സൂമിന്റെ ചാറ്റിൽ. സൂമിൻ ഓ. ചാറ്റ് ഉണ്ട്, സൂം ചാറ്റ്. ഇത് തന്നെയല്ലേ? സൂം എനിക്ക് സ്ക്രീൻ കാണുന്നില്ല. സൂം ആ ചാറ്റ് ഓക്കെ. ഇതെന്തിപ്പോ കോപ്പി ചെയ്യണോ ക്ലിക്ക് ചെയ്യണോ? അത് കോപ്പി ചെയ്തോ. ആ കോപ്പി ചെയ്തിട്ട് ആ ലിങ്ക് നമ്മള് ഇതിലാ ഇങ്ങനെ വേണേലും കൊടുക്കാം. ഈ സ്ക്രീനിന്റെ താഴെയായിട്ട് ഇവിടെ റെഫർ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ആ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് തന്നെ കൊടുത്തേരും. റെഫർ ഇതാ അങ്ങനെ അതാണെങ്കിലും കൊടുക്കാം. അതെ, കൊടുത്തോ. ആ ലിങ്ക് കൊടുത്തോ. താഴെ ഡിസ്ക്രിപ്ഷൻ, ഐ മീൻ ഞാൻ തന്ന ലിങ്ക് വേറെയാണ്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വിഷ് ലിസ്റ്റ് ആണ് ഇത്. ABC ബാങ്കിങ് ആപ്പ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് ജസ്റ്റ് ABC ആപ്പ് എന്ന് പറഞ്ഞു കൊടുത്തേര്. ഡിസ്പ്ലേ ടെക്സ്റ്റിൽ ABC ആപ്പ്. അപ്പൊ എന്തേലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം. എന്തേലും ഫയൽസ് ഉണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ എങ്ങനെയാ? ടാപ്പ് ചെയ്താൽ മതി. അത് ജസ്റ്റ് URL ടാപ്പ് ചെയ്താൽ മതി. പറ്റുന്നില്ലേ? ഇല്ല. അത് സേവ് ആയി കഴിയുമ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. സേവ് അല്ലാത്തതുകൊണ്ടാ താഴെ സേവ്. ആ ഓക്കെ. ഈ ലിങ്ക് നമുക്ക് ആക്സസ് ചെയ്യാം. ഓ അങ്ങനെ ഇങ്ങനെ നമുക്ക് ജീറ ആൻഡ് കോൺഫ്ലുവൻസിനെയും കൂടി ചെയ്യാൻ പറ്റും അല്ലേ? അതെ. ഇവിടെ തന്നെ നമുക്ക് കോൺഫ്ലുവൻസ് പേജസ് ഇവിടെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ താഴെ മോർ ടീംസ് നോക്കിക്കേ. ടീംസിലല്ല, ഇവിടെ ഞാൻ കണ്ടിരുന്നത് കോൺഫ്ലുവൻസ് കണ്ടന്റ് ഇതാണോ? അത് തന്നെ. ഇവിടെ തന്നെ യൂസ് ചെയ്യാം. അല്ലാതെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കോൺഫ്ലുവൻസിന്റെ ഓരോ ഫോൾഡേഴ്സ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ യൂസ് ചെയ്യാം. പ്രോജക്ട്സിൽ ടാപ്പ് പ്ലസ് ചെയ്ത്, അല്ല ആപ്സിൽ പോയി എക്സ്പ്ലോർ മോർ ആപ്സ്, കോൺഫ്ലുവൻസ് പറഞ്ഞ് സെർച്ച് ചെയ്തോ. റൈറ്റ് സൈഡിൽ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരും. ലെഫ്റ്റ് സൈഡിലെ ഫോൾഡർ സ്ട്രക്ചർ ആയിട്ട് വരും. എന്തൊക്കെ ഫയൽസ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, കോൺഫ്ലുവൻസ് അല്ലെങ്കിൽ എന്തൊക്കെ നോട്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ വർക്ക്ഷീറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം അവിടെ വരും. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു റാൻഡം ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നോക്ക്. ടെംപ്ലേറ്റ് മീറ്റിംഗ് നോട്ട് എന്തേലും ഒരെണ്ണം, ഗെറ്റിംഗ്സ് ടെംപ്ലേറ്റ് പ്രോജക്ട് പ്ലാൻ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തോ. ഇതാ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തോ. റാൻഡം ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് അതിന് സേവ് കൊടുത്തേരെ. ഡീറ്റെയിൽസ് ഇവിടെ ഒന്നും കൊടുത്തില്ലേലും ജസ്റ്റ് ഓക്കെ, അതങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കട്ടെ. ഡീറ്റെയിൽസ് അങ്ങനെ സേവ് എങ്ങനെയാ? ഇല്ല, നമ്മുടെ ഓരോന്ന് പ്ലസ് കണ്ടന്റ് ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് കാണാൻ പറ്റും. ഇതൊന്നും ഇല്ല, നമ്മുടെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ അടുത്ത വേറൊരെണ്ണം എടുത്ത് താഴെ ലെഫ്റ്റ് സൈഡിൽ കണ്ടന്റ് പ്ലസ് മീറ്റിംഗ് നോട്ട്സ് ഒരെണ്ണം കൊടുത്തോ, അല്ലെങ്കിൽ പേജ് ഒരെണ്ണം കൊടുത്തോ. പേജ് ABC എന്ന് കൊടുത്ത് പബ്ലിഷ് എന്ന് കൊടുത്തേരെ.
അല്ലെങ്കിൽ വിഷ് ലിസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞ് പബ്ലിഷ് കൊടുത്തേ. മേളില് പബ്ലിഷ് കൊടുത്തേ. ഓപ്പൺ എനിവൺ ക്യാൻ അവിടെ റൈറ്റ് സൈഡിലെ ഓക്കെ ഓക്കെ എഡിറ്റ് വേണ്ട ഇപ്പൊ കുഴപ്പമില്ല. അപ്പം ഇനി അറ്റ്ലേഷൻ ജിറയിലോട്ട് പോയെ. ഇത് തന്നെയാ നമ്മൾ നമ്മൾ ഈ എടുത്ത് തന്നെയാ ഇതിന്റെ ആഡ് ചെയ്തതാ. ഓക്കെ ഇനി ബാക്ക് ഒന്ന് പോയെ. ബാക്ക് ബ്രൗസർ ബാക്ക്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷീറ്റ്സ് എല്ലാം ഇവിടെ വരേണ്ടതാണ്. താഴെ മോറ് കൊടുത്ത് ലെഫ്റ്റ് സൈഡിൽ മോറ്, ലെഫ്റ്റ് സൈഡ് താഴെ ഡാഷ്ബോർഡ്സ് ടാപ്പ് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ലാസ്റ്റ് പ്രോജക്ട്സിനോട് അത് പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളാകെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, ജിറ ബേസിക്സ്. അതെ ജിറ ബേസിക്സ്. ഇതേ ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്നില്ലല്ലേ എന്റെ സ്ക്രീൻ. ഒരു മിനിറ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. മതി. കാണാലോ അല്ലെ. ഇല്ല മാം, കാണുന്നില്ലേ? ഇല്ല. സ്ക്രീൻ ഷെയർ കാണുന്നില്ല. എനിക്ക് ഇപ്പൊ കാണാം. ഓക്കെ പോയി. ഒരു മിനിറ്റ് സ്റ്റോപ്പ് ഷെയർ ചെയ്യാം. കാണാമോ? ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണാം. എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. ഇത് സൂര്യ ക്രിയേറ്റ് ചെയ്തതാണല്ലോ. ശരിയാണല്ലോ, അതിങ്ങനെ അവിടെ എത്തി. എങ്ങനെ ഇവിടെ എത്തി? ഇത് ചെലപ്പോ എനിക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് സൂര്യയുടെ സ്ക്രീൻ ആണല്ലോ. ഇതില് മുകളിൽ നോക്ക് മാം, സെർച്ച് ലിസ്റ്റിന്റെ സൈഡിൽ LTSN ഉണ്ട് മാം. എനിക്കൊന്ന് SN ആണ് ഇപ്പൊ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അതല്ല, ഇവിടെ കുറച്ചുകൂടെ മുകളിൽ ഇവിടെ താഴെ തന്നെ ജിറ ബേസിക്സിന്റെ താഴെ സെർച്ച് ഇല്ല, അതിന്റെ റൈറ്റ് സൈഡിൽ നോക്കൂ. അതിന്റെ താഴെ ബോർഡിന്റെ താഴെ ഒരു മിനിറ്റ്. സമ്മറി ലിസ്റ്റ് ബോർഡ്, അതിന്റെ താഴെ LT. ഓക്കെ സൂര്യയുടെ അതാണല്ലേ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ സൂര്യയുടെ ആണ്.
കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇപ്പോഴും ബോർഡ് കാണുന്നത് സൂര്യയുടെ ആണ്. ഇത് എങ്ങനെ ഇങ്ങനെ വരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ലോഗൗട്ട് ഒന്നും ചെയ്യാണ്. ഓ, ഇത് ഡിഫോൾട്ട് ആയിട്ട് സൂര്യയുടെ ഡാഷ്ബോർഡിലേക്കാണ് പോകുന്നത്. ഹലോ, ഞാൻ മ്യൂട്ടിൽ വെച്ചിട്ട് പറഞ്ഞോണ്ടിരിക്കണേ. ഓക്കെ. സൂര്യയുടെ ആണ് ഡിഫോൾട്ട് പോകുന്നത്. എന്താ പറ്റി? ഞാൻ ഇൻവൈറ്റ് ആക്സെപ്റ്റ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ അതില് ബോർഡ് സൂര്യയുടെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്ത് ഇത് സൂര്യയുടെ ബോർഡിലേക്ക് ആഡ് ആവത്തുള്ളൂ. ഇതൊരു ബ്രീച്ച് അല്ലേ? അതെ, ഇതൊക്കെ അപ്ഗ്രേഡ് വല്ലതും. ഡെമോ സൈറ്റ് അല്ല ഇത്. ഇങ്ങനെ വരാൻ എന്തോ ബഗ് തന്നെയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും വരില്ല. ആപ്ലിക്കേഷന്റെ ലൈവ് വേർഷൻ ആണിത്. ഇങ്ങനെ വരുന്നു. സൂര്യയുടെ തന്നെ ആയതുകൊണ്ട് ഇതിപ്പോ എന്റെ ഡാഷ്ബോർഡിൽ കാണുന്നേ. ആണ്. കാരണം എനിക്ക് ആഡ് ടീം മെമ്പർ എന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് സൂര്യയുടെ ഡാഷ്ബോർഡ് ആണ്. പക്ഷെ ഇതിങ്ങനെ വരുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് ഇപ്പോഴും
അത് ഞാൻ ഇൻവൈറ്റ് ആക്സെപ്റ്റ് ചെയ്തതേ ഉള്ളൂ. ടു ജോയിൻ യുവർ ടീം എന്ന് പറഞ്ഞാൽ ഒരു ടീംമേറ്റിനെ ഇൻവൈറ്റ് ചെയ്തതേ ഉള്ളൂ. ബട്ട് ഹൗ ഈസ് ഇറ്റ് allowing me to access your credentials overall എന്നുള്ളത് ഒരു ഡേറ്റ ബ്രീച്ച് ആണ്, സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ടീം ടൈപ്പ് ചോദിക്കുന്നു. പ്രോജക്ട് മാനേജ്മെന്റ് സ്വിച്ച് അക്കൗണ്ട്. സ്വിച്ച് അക്കൗണ്ട് ലോഗിൻ ഞാനായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. ഇപ്പോഴാണ് എൻ്റെ അടുത്തിൽ ലോഗിൻ ആയത് കറക്റ്റ്ലി. ഇത് ദൈവമേ, എന്ത് ഇതിപ്പോ എന്റെ ബോർഡും പോയി കിട്ടിയല്ലോ. അല്ല ഇപ്പൊ വന്നതല്ലേ ബോർഡ്? അല്ല, ഇതിപ്പം സൂര്യയുടെ അല്ലേ? അല്ല ഇതിന്റെ മുന്നേ വേറെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. മാം പറഞ്ഞില്ലേ മാമിന്റെ ഡാഷ്ബോർഡ് ആയിരുന്നു പറഞ്ഞില്ലേ? അല്ല, അത് കറക്റ്റ് അല്ല. പക്ഷെ ഇപ്പോഴും കാണിക്കുന്നത് സൂര്യയുടെ തന്നെയാ. ഞാൻ ഇത് ഇന്റർനെറ്റ് ലീഡ്സിന്റെ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തതന്നേ ഉള്ളൂ. പക്ഷേ ഇത് സ്റ്റിൽ സൂര്യയുടെ ആണ് കാണിക്കുന്നത്. പക്ഷെ ലോഗിൻ, ഐ മീൻ ഞാൻ വേറെ സ്വിച്ച് അക്കൗണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻസ് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് സൂര്യയുടെ അക്കൗണ്ടിലോട് സ്വിച്ച് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ അത് വരുന്നില്ല. ഇവിടെ നോക്കുമ്പം ഡാഷ്ബോർഡ് ഐ മീൻ സൂര്യയുടെയാണ്. അല്ല ഇതിപ്പോ എന്താ പറയാ, എനിക്കിപ്പോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ മാമിനോട്, അതിപ്പോ എനിക്ക് അൺഷെയർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ ഓൾറെഡി അസൈൻ ചെയ്തതല്ലേ ഉള്ളൂ, ഷെയർ ചെയ്തോ? ഐ മീൻ അസൈൻ ചെയ്തില്ലേ? അതിപ്പോ എനിക്ക് അസൈൻ ചെയ്തത് മാറ്റണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഇൻവൈറ്റ് കൊടുത്തതാ. ഇൻവൈറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ ടീംമേറ്റ് ആയി. പിന്നെ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിന്റെ അകത്ത് ടീംമേറ്റ്സിനെ റിമൂവ് ചെയ്യേണ്ടി ഓപ്ഷൻ. അപ്പൊ അതെങ്ങനെയാ ചെയ്യാ? പോവാൻ തോന്നുന്നു കേട്ടോ.
റെസ്ട്രിക്ഷൻസ് ചെയ്തു. The full name you provided is visible to anyone who can view your content, including people outside accessibility. Change AI. Edit the ഓക്കെ, ഞാൻ ഇപ്പൊ എന്താണ് എന്നാലും ഒരു അതിനല്ല സർക്കസ് to provide an organization. നമുക്ക് വേറെ ടൈപ്പിലൊക്കെ ചെയ്യണം. അച്ചാച്ചൻ അറിയാമോ? നാളെ നോക്കിയാലോ സർ? ആ ഓക്കെ ഓക്കെ ജോബി, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്താണ് ഇതിന്റെ പ്രശ്നമെന്ന്. ഞാൻ ലീവ് ചെയ്തോട്ടെ? താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും ലീവ് ചെയ്തോ. ഓക്കെ, ഓക്കെ ബൈ മാം. ബൈ.